ഹയർ സെക്കൻഡറി +1 പ്രവേശനവുമായി ബന്ധപ്പെട്ട് ആദ്യഘട്ടത്തിലെ ഫസ്റ്റ് അലോട്ട്മെന്റിലും സെക്കൻഡ് അലോട്ട്മെന്റിലും തേർഡ് അലോട്ട്മെന്റിലും നിങ്ങൾക്ക് സീറ്റുകളൊന്നും ലഭിച്ചില്ലേ? അല്ല, എനിക്ക് സീറ്റ് ലഭിച്ചിട്ടും ഒരു സ്കൂളിലും നിങ്ങൾ പ്രവേശനം നേടിയിട്ടില്ലേ എങ്കിൽ നിങ്ങൾ തീർച്ചയായും ഈ വീഡിയോ കണ്ടിരിക്കണം. തേർഡ് അലോട്ട്മെന്റ് കഴിഞ്ഞിട്ടും എനിക്ക് സീറ്റുകളൊന്നും കിട്ടിയിട്ടില്ല, ഇനി ഞാൻ എന്ത് ചെയ്യും? എങ്ങനെയാണ് സപ്ലിമെന്ററി അലോട്ട്മെന്റ് വരുന്നത്? അതിന്റെ ലിങ്കുകളൊന്നും കിട്ടിയിട്ടില്ലല്ലോ, ഏതെല്ലാം സ്കൂളുകളിലാണ് സീറ്റുകളുടെ വാക്കൻസി ഉള്ളത്, അങ്ങനെ തുടങ്ങിയിട്ട് ഇനി എന്ത് ചെയ്യും എന്നുള്ള ഒരു ആംബിഗിറ്റി, ഒരു കൺഫ്യൂഷനിലാണോ നിങ്ങൾ? അധികം ടെൻഷനൊന്നും വേണ്ട. നമ്മുടെ പ്രോസ്പെക്ടസ് പ്രകാരം നിങ്ങളുടെ +1 പ്രവേശനവുമായി ബന്ധപ്പെട്ടിട്ടുള്ള മുഴുവൻ കാര്യങ്ങളും രേഖപ്പെടുത്തിയിട്ടുള്ള പ്രോസ്പെക്ടസിന്റെ ഡീറ്റെയിൽസ് പ്രകാരം നിങ്ങളുടെ സപ്ലിമെന്ററി അലോട്ട്മെന്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് ജൂലൈ 10 മുതലാണ്. ഇന്ന് ജൂലൈ 4 ആയിട്ടില്ല, ഇന്ന് ജൂലൈ 3 ആയിട്ടേ ഉള്ളൂ. ജൂലൈ 4-നാണ് നിങ്ങളുടെ അലോട്ട്മെന്റ് ക്ലോസ് ചെയ്യുന്നത്. ഏത് അലോട്ട്മെന്റ്? ആദ്യഘട്ടത്തിലെ തേർഡ് അലോട്ട്മെന്റുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള അഡ്മിഷൻ ക്ലോസ് ചെയ്യുന്നത്. അങ്ങനെ അഡ്മിഷൻ ക്ലോസ് ചെയ്ത് ജൂലൈ 5-നാണ് നിങ്ങളുടെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. എന്ന് വെച്ചാൽ ഇത് ക്ലോസ് ചെയ്ത് എത്ര കുട്ടികളാണോ അഡ്മിഷൻ എടുത്തത്, ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഞാൻ അപേക്ഷ കൊടുത്ത കോഴിക്കോടുള്ള സ്കൂളിൽ 60 സീറ്റ് ഉണ്ട്, കൊമേഴ്സിന് 60 സീറ്റ് ഉണ്ട്. അതിൽ 52 സീറ്റുകളിലേക്കുള്ള കുട്ടികൾ അവിടെ അഡ്മിഷൻ എടുത്തിട്ടുണ്ട്. ബാലൻസ് 8 സീറ്റ് ഉണ്ട്. അങ്ങനെ കേരളത്തിലുള്ള മുഴുവൻ സ്കൂളിലെയും മുഴുവൻ കോഴ്സുകളും, അപ്പം ഓരോ കോഴ്സിലും എത്ര കുട്ടികൾ അഡ്മിഷൻ എടുത്തോ എന്നുള്ള ഡീറ്റെയിൽസ് ഗവൺമെന്റിന്റെ പക്കൽ എത്തണമെങ്കിൽ എന്ത് ചെയ്യണം? നാളെ തീരണം. ജൂലൈ 4-ഓടുകൂടിയേ ഈ ഡീറ്റെയിൽസ് എത്തുകയുള്ളൂ. എന്നിട്ട് അത് സൈറ്റിൽ അപ്ഡേറ്റ് ചെയ്ത് ഓരോ സീറ്റിലും ഓരോ സ്കൂളിലെയും ഓരോ സീറ്റുകൾക്ക് ഓരോ കോഴ്സിലെ ഓരോ ക്ലാസ്സിലേക്കും എത്ര സീറ്റ് ബാലൻസ് വാക്കൻസി ഉണ്ട് എന്നുള്ള ലിസ്റ്റ് നമ്മുടെ HS CAPന്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ എന്ത് ചെയ്യും? അവൈലബിൾ ആയിരിക്കും. അത് കണ്ട് എൻ്റെ നാടിനടുത്തുള്ള ഇത്ര സ്കൂളുകളുണ്ട്, എനിക്ക് ആവശ്യമുള്ള കോഴ്സ് ഇതാണ് സ്കൂളുകൾ, അത് തെരഞ്ഞെടുത്ത് അതിന്റെ ലിസ്റ്റ് അനുസരിച്ച്, നിങ്ങളുടെ മെറിറ്റ് ലിസ്റ്റ് അനുസരിച്ച് എനിക്ക് ഈ കോഴ്സാണ് ആദ്യം വേണ്ടത്. അങ്ങനെ നിങ്ങൾ എന്ത് ചെയ്യും? സപ്ലിമെന്ററി അലോട്ട്മെന്റിന് അപേക്ഷിക്കണമെങ്കിൽ ജൂലൈ 10 ആകണം. ജൂലൈ 10 മുതൽ ഓഗസ്റ്റ് 4 വരെ നിങ്ങളുടെ സപ്ലിമെന്ററി അലോട്ട്മെന്റുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള പ്രോസസ്സുകൾ നടന്നുകൊണ്ടിരിക്കും. അപ്പം നിങ്ങൾ ഒരിക്കലും ടെൻഷൻ ആവണ്ട. ആദ്യഘട്ടത്തിലെ അലോട്ട്മെന്റിന്റെ ഫസ്റ്റ് സെക്കൻഡ് തേർഡ് ഈ അലോട്ട്മെന്റ് മാത്രമേ കഴിഞ്ഞിട്ടുള്ളൂ. ഇനി സപ്ലിമെന്ററി അലോട്ട്മെന്റ് ഉണ്ടാകും. സപ്ലിമെന്ററി അലോട്ട്മെന്റ് കഴിഞ്ഞ് ട്രാൻസ്ഫർ ഉണ്ടാകും. നിങ്ങൾ ഒരു സ്കൂളിലെ ഒരു കോഴ്സിൽ നിങ്ങൾ സീറ്റ് നേടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതല്ല, എനിക്ക് മറ്റൊരു കോഴ്സിലേക്ക്, ഞാൻ സയൻസിന്റെ ഒരു ആദ്യത്തെ ചാപ്റ്റർ കണ്ടപ്പോൾ മനസ്സിലായി എനിക്ക് ഭയങ്കര ഡിഫിക്കൽട്ടാണ്, എനിക്ക് ഇവിടെ നിൽക്കാൻ പറ്റുന്നില്ല, ഞാൻ മറ്റൊരു കോഴ്സിലേക്ക്, ഞാൻ കൊമേഴ്സിലേക്ക് പോകണം. അപ്പം ആ സ്കൂളിൽ തന്നെ കൊമേഴ്സ് സ്ട്രീമിലേക്കോ ഹ്യൂമാനിറ്റീസിലേക്കോ മാറണമെങ്കിൽ, അല്ലെങ്കിൽ കൊമേഴ്സ് ആണ് എനിക്ക് കുറച്ചും നന്നായി പഠിക്കണം, സയൻസിലേക്ക് പോകണമെങ്കിൽ, സോ ഒരു സ്കൂളിൽ തന്നെ കോഴ്സ് മാറണമെങ്കിലോ, ഇനി അല്ല മറ്റൊരു സ്കൂളിലേക്ക്, ഞാനിപ്പോൾ ഇന്ന സ്കൂളിലെ കൊമേഴ്സ് ആണ്, എനിക്ക് മറ്റൊരു സ്കൂളിലെ കൊമേഴ്സിലേക്ക് മാറണമെങ്കിലോ, ഇനി മറ്റൊരു സ്കൂളിലെ മറ്റൊരു സ്ട്രീം, അപ്പോൾ ഞാൻ ഇന്ന സ്കൂളിലെ കൊമേഴ്സ് ആണ്, എനിക്ക് മറ്റൊരു സ്കൂളിലുള്ള സയൻസിലേക്ക് മാറണം, അല്ലെങ്കിൽ മറ്റൊരു സ്കൂളിലെ ഹ്യൂമാനിറ്റീസിലേക്ക് മാറണം. സോ കോഴ്സും സ്ട്രീമും സ്കൂളും നിങ്ങൾക്ക് മാറണമെങ്കിലും എന്ത് ചെയ്യാം? നിങ്ങൾക്ക് ട്രാൻസ്ഫർ ഉണ്ടാകും. സോ ആ ഒരു ട്രാൻസ്ഫറിന് വേണ്ടി നിങ്ങൾക്ക് വെയിറ്റ് ചെയ്യാം. ട്രാൻസ്ഫർ ഒക്കെ ഈ സപ്ലിമെന്ററിക്ക് ശേഷമായിരിക്കും ഉണ്ടാവുക. ഇനി ഇതെല്ലാം കഴിഞ്ഞാലും ചില സ്കൂളിൽ സീറ്റുകൾ ബാക്കിയായി കിടക്കും. അങ്ങനെ ഒഴിവുള്ള സ്കൂളുകൾ എന്ത് ചെയ്യും? പത്രത്തിൽ പരസ്യം തരും, ഇന്ന സ്കൂളിലാണ് ഇത്ര സീറ്റുകൾ ഒഴിവുണ്ട്. അന്ന് നിങ്ങൾ സ്പോട്ട് അലോട്ട്മെന്റിന് ആ സ്കൂളിൽ പോകാം. എന്നിട്ട് ഏറ്റവും കൂടുതൽ, ഇപ്പോൾ 2 സീറ്റ് ഒഴിവുണ്ട്, 10 പേര് വന്നിട്ടുണ്ടെങ്കിൽ ആ 10 പേരിൽ ഏറ്റവും കൂടുതൽ എലിജിബിൾ ആയിട്ടുള്ള ആൾക്കാർക്ക് അവിടെ സീറ്റ് ലഭിക്കുന്നതായിരിക്കും. ഈ എലിജിബിലിറ്റി എല്ലാ സ്ഥലത്തും ബാധകമാണ്. എവിടെ? നിങ്ങളുടെ സപ്ലിമെന്ററി അലോട്ട്മെന്റ് ആവട്ടെ, ട്രാൻസ്ഫർ ആവട്ടെ, സ്പോട്ട് അലോട്ട്മെന്റ് ആവട്ടെ, എത്രയാണോ സീറ്റ് ഉള്ളത് ആ സീറ്റിലേക്ക് എത്ര പേര് അപേക്ഷിച്ചോ ആ സീറ്റുകളിലേക്കാൾ കൂടുതൽ അപേക്ഷ ഉണ്ടെങ്കിൽ 10 സീറ്റ് ഉള്ളിടത്ത് 20 പേര് അപേക്ഷിച്ചാൽ ആ 20-ൽ 10 ഏറ്റവും മുൻഗണന ക്രമമുള്ള ഏറ്റവും എലിജിബിൾ ആയിട്ടുള്ള 10 പേർക്കായിരിക്കും സീറ്റ് ലഭിക്കുക. അപ്പൊ നിങ്ങൾ ഒരിക്കലും ടെൻഷൻ ആകണ്ട. ആ മുൻഗണനാ ക്രമത്തിലുള്ള ഒരാളാണെങ്കിൽ, ആ ഒരു എലിജിബിലിറ്റി നിങ്ങൾക്കുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വരുന്ന ജൂലൈ 10-ന് തുടങ്ങുന്ന സപ്ലിമെന്ററി അലോട്ട്മെന്റ് നിങ്ങളെ കാത്തിരിക്കുന്നുണ്ട്. സീറ്റ് ലഭിച്ചില്ലെങ്കിൽ നിങ്ങൾ ഒരിക്കലും ടെൻഷൻ ആവണ്ട. ആ സപ്ലിമെന്ററി അലോട്ട്മെന്റ് ഉണ്ട്, ട്രാൻസ്ഫർ ഉണ്ട്, അതിനുശേഷമുള്ള സ്പോട്ട് അലോട്ട്മെന്റ് ഉണ്ട്. അതോടൊപ്പം തന്നെ ഈ ഒരു സമയത്ത് നിങ്ങളുടെ മാനേജ്മെന്റ് കോട്ടയും കമ്മ്യൂണിറ്റി കോട്ടയും അൺഎയ്ഡഡ് കോട്ടയുള്ള സീറ്റുകളുടെ പ്രവേശനങ്ങളും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. തീർച്ചയായും നിങ്ങൾക്ക് അഡ്മിഷൻ ലഭിക്കുവാൻ സാധ്യതയുള്ള ഒരു പോയിന്റ് പോലും നിങ്ങൾ കളയരുത്. തീർച്ചയായും നിങ്ങൾ ഉദ്ദേശിക്കുന്ന കോഴ്സ് ഉദ്ദേശിക്കുന്ന സ്കൂളിൽ തന്നെ ഉദ്ദേശിച്ച പോലെ പഠിക്കാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിച്ചുകൊണ്ട്, നിങ്ങൾ അഡ്മിഷൻ കഴിഞ്ഞാൽ നിങ്ങൾക്ക് +1 +2 കൊമേഴ്സ് ആൻഡ് ഹ്യൂമാനിറ്റീസ് പഠിക്കുവാനുള്ള മുഴുവൻ കണ്ടന്റും എഡ്യൂപോർട്ടിലൂടെ നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും എന്നുള്ള വാഗ്ദാനം ഉറപ്പ് നൽകിക്കൊണ്ട് നമുക്ക് വീണ്ടും നിങ്ങളുടെ അഡ്മിഷന് ശേഷം പിന്നീട് ക്ലാസ് തുടങ്ങിയിട്ട് കാണാം. അപ്പം അതുവരെ ബൈ.